ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വരുണിനോട് രാധികമ്മ പറയുകയാണ്, നീ ഇന്ന് വീട്ടിൽ വന്നേ പറ്റുള്ളൂ, ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ള സമയത്ത് നീ ഇവിടെ ഉണ്ടായേ പറ്റുള്ളൂ എന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഗീതു ആ കൂടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് രേഖിച്ച് പറയുന്നുണ്ട്, ടെൻഷനൊന്നും ആവണ്ട, ഗോവിന്ദേട്ടൻ റിപ്ലൈ എന്നാന്ന് ഏകദേശം നമുക്കറിയാമല്ലോ, നീ നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടോ, ഹണിമൂൺ പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ കണ്ടോ എന്ന് പറയുമ്പോഴും നമ്മുടെ ഗീതു പറയുന്നുണ്ട്, എന്നാലും ഈ എല്ലാവരും വിളിച്ചു കൂട്ടി പറയാൻ ഇതെന്താ വല്ലോ കല്യാണോറപ്പിലാണോ, എന്നോടുള്ള സ്നേഹം എന്നോടല്ലേ പറയേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേഖ പറയുന്നുണ്ട്, നിങ്ങളുടെ ഡിവോഴ്സ് കേസൊക്കെ നടക്കുമല്ലേ കോടതിയിൽ, പിന്നെ അപ്പോൾ എല്ലാവരോടും കൂടെ ഒറ്റയടിക്ക് പറയുവാണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രേഖ താഴോട്ട് പോകുന്നിടത്ത് നമ്മുടെ രേഖയോട് ഗീതു പറയാണ്, രേഖച്ചിക്കും വേണ്ട ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ ഹണിമൂൺ അടുക്കളയിൽ നിന്ന് ബെഡ്റൂമിലോട്ട്, ബെഡ്റൂമിൽ നിന്ന് അടുക്കളയിലോട്ടാന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടങ്ങ് പോകട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ രഞ്ജു നമ്മുടെ ഗീതുവിനെ വിളിക്കുന്നതാണ്. എന്നിട്ട് ഇപ്പം നീ വിളിക്കാറൊന്നുമില്ലോ, ഇങ്ങോട്ട് വരാറില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇച്ചിരി തിരക്കായിപ്പോയി എന്ന് പറഞ്ഞിട്ട് പറയുവാണ്. ധ്യാൻ്റെ കാര്യം പറയുവാണ് കേട്ടോ നമ്മുടെ രഞ്ജു. ധ്യാന് നിങ്ങൾ AGM ജോലി കൊടുക്കുമെന്ന് പറഞ്ഞാലും ധ്യാൻ അതൊന്നും ഇഷ്ടമല്ല എന്നുള്ള രീതി പറയുമ്പം നമ്മുടെ ഇത് പറയുകയാണ്, അതെനിക്ക് മനസ്സിലാവും, ധ്യാൻ സെൽഫായിട്ട് വളർന്നു വന്നതല്ലേ, ഇപ്പം പുള്ളിയുടെ അവസ്ഥയും മനോഭാവവും ഒക്കെ എന്താണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രഞ്ജു പറയും, എനിക്ക് നിന്നോട് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിജയലക്ഷ്മി കയറി വരും കേട്ടോ. വിജയലക്ഷ്മി കേൾക്കാൻ പാടില്ലാത്ത എന്തോ ആയതുകൊണ്ട് പയ്യെ അവർ നൈസായിട്ട് ടോപ്പിക്ക് മാറ്റുവാണ് കേട്ടോ. എന്നിട്ട് വിജയലക്ഷ്മിയോടും രഞ്ജുവിനോടും ഇത് പറയുവാണ്, ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, കണ്ണേട്ടൻ വരുമ്പോൾ ഇഷ്ടം പറയുമെന്നാണ് തോന്നണേ എന്നൊക്കെ പറയുമ്പോഴേക്കും അവർ പറയും, എന്നാൽ നീ ഓടിച്ചെല്ല്, കണ്ണേട്ടൻ വന്നു എന്നൊക്കെ പറയും നീ എന്നാൽ ഓടിച്ചെല്ലെന്ന് പറയും. ആ സമയം നമ്മുടെ ഗീതു ഓടിച്ചെല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ പറയും, ഓടിയൊന്നും ചെല്ലുന്നില്ല, ഇച്ചിരി വെയിറ്റൊക്കെ ഇട്ട് നിൽക്കാമെന്ന് പറയുമ്പോഴേക്കും അവർ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം ഇനി കണ്ണൻ്റെ മനസ്സ് മാറാൻ, നീ എന്തായാലും ചെല്ലെന്ന് പറയും. ആ സമയം നമ്മുടെ കണ്ണേട്ടൻ അയ്യപ്പേട്ടൻ്റെ കൂടെ വീട്ടിലോട്ട് കയറി വരുന്നുണ്ടോ. ഗീതു ജാടയിട്ടാണെങ്കിലും പയ്യെ എഴുന്നേറ്റ് വന്ന് രാധികാമ്മയുടെ അടുത്ത് പത്രം വായിക്കുന്ന പോലെ, ആരും കാണാത്ത പോലെ, ആരും വന്ന് കാണാത്ത പോലെയൊക്കെ ഇരിക്കുവാണ് കേട്ടോ. എന്നിട്ടിങ്ങനെ ഗോവിന്ദ് വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ കാഞ്ചനയും രേഖയൊക്കെ വരും. ആ സമയത്ത് കാഞ്ചന പറയും, ഞാൻ നോക്കിയിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അയ്യപ്പണ്ണൻ പറയും, അത് കുടുംബക്കാരുടെ ചർച്ചയാണ്, നീ ഇങ്ങ് പോരെന്നും പറഞ്ഞ് വിളിച്ചിട്ട് പോകും കേട്ടോ കാഞ്ചനേനെ. ഇത് രാധികാമ്മ അവിടെ ഇരിക്കാൻ നേരത്ത് രാധികാമ്മയെ നമ്മുടെ ഗോവിന്ദേട്ട അമ്മേ എന്ന് വിളിച്ചിട്ട് പറയാണ്, ഇന്ന് നമ്മുടെ രേഖ എന്നോട് കുറച്ച് കാര്യം പറഞ്ഞു, അവൾക്ക് ഭർത്താവിനോടുള്ള സ്നേഹവും ഇതും ഒക്കെ എനിക്ക് മനസ്സിലായി, ഒരു ഭാര്യയ്ക്ക് വേണ്ട ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഇവരൊക്കെ ഞെട്ടിപ്പോവാണ് കേട്ടോ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഗോവിന്ദേട്ടൻ വരുണിനെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഓർത്ത് തെറ്റിദ്ധരിച്ച് വരുണിനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ട് രാധികാമ്മയ്ക്ക് സന്തോഷമാവുകയാണ് കേട്ടോ. രേഖയ്ക്കും ഗീതുവിനും കിളിപോയ അവസ്ഥയാണ്. ഗോവിന്ദൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്നിട്ട് രേഖയുടെ അടുത്ത് നിന്ന് വരുൺ കയ്യിലൊക്കെ പിടിച്ചിട്ട് സോറി, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും ഉള്ളതാണോ ഉള്ളിൽ നിന്നാണോ എന്നൊന്നും അറിയില്ല. എന്നിട്ട് രേഖേനെ ചേർത്ത് പിടിക്കുവാണ് കേട്ടോ. എന്നിട്ട് അവരെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുവാണ്. ഗോവിന്ദേട്ടൻ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയില്ലേ എന്ന് ചോദിച്ചു ഗോവിന്ദൻ ഇവിടെ നിന്ന് കയറി പോവാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗീതു രേഖേശ്വരുടെ അടുത്ത് ചെന്നിട്ട് എന്തായാലും നന്നായി, നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ ഗീതുവിനോടും നമ്മുടെ വരുൺ പറയുകയാണ്, ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്, രേഖേനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഗീതുവിന് സന്തോഷമാവുന്നുണ്ട്. ഉള്ളി വേറെ വിഷമം ഉണ്ടെങ്കിലും പുള്ളിക്കാരിയും ചിരിച്ച് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പുള്ളിക്കാരിയും പോവുകയാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്